വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങക്കറിയുടെ റെസിപ്പി നോക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് കടുക്, ഉലുവ എന്നിവ നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അതിനിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടണം. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി തിളച്ച് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നതാണ് ഈ ഒരു മാങ്ങക്കറിയുടെ പരുവം. നന്നായിട്ടൊന്ന് തിളച്ച് മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് കറി കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണിയുടെ കൂടെ അതേപോലെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങക്കറി ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ ബൈ.